ഫ്ലാഗ് ഓഫ് കർമ്മമാണ് ഇപ്പോ ഇവിടെ നടക്കുന്നത്. ഒരു നിശ്ചല ദൃശ്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ലഹരിക്കെതിരെയുള്ള ഒരു പ്ലോട്ടാണ് അത്. ആ പ്ലോട്ടിൽ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് മന്ത്രി രാജൻ ഈ പരിപാടിയുടെ, അതായത് ആവേശത്തോടെ നമ്മൾ ഏവരും കാത്തു നിൽക്കുന്ന പുലിക്കളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിന് തൊട്ടുപിറകിലായി ഓരോ ദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും ഇങ്ങോട്ടേക്ക് പ്രവേശിക്കും, റൌണ്ടിലേക്ക് വരും. പിന്നീട് താളലയ മേളത്തിലായിരിക്കും പുലികളുടെ ചുവടുവെപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. നേരത്തേക്ക് സൂചിപ്പിച്ചതുപോലെ 9 ദേശങ്ങളിൽ നിന്നുള്ള പുലികളാണ് ഇത്തവണ ഈ റൌണ്ടിലേക്ക് എത്തുന്നത്. നേരത്തെ കഴിഞ്ഞ തവണകളിലൊന്നും ഇത്ര അധികം പുലി സംഘങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ വലിയ ഒരു ആവേശം, അതുകൊണ്ട് വീറും വാശിയും നിറഞ്ഞ ആവേശം തന്നെയാണ്. അതോടൊപ്പം തന്നെ പല സർപ്രൈസുകളും അവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പല പുലിമടകളിലും പോയിരുന്നു. അപ്പോഴൊക്കെ അത് എന്താണ് എന്നുള്ളത് നമുക്ക് റൌണ്ടിൽ കാണാമെന്നായിരുന്നു പോലീസ് സംഘങ്ങൾ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് അയ്യന്തോള്, അതോടൊപ്പം തന്നെ ഈ വിയ്യൂർ യുവജന സംഘം, ശങ്കരൻകുളങ്ങര, നായ്ക്കനാൽ തുടങ്ങിയ സ്ഥലം, നായ്ക്കനാലിലൊക്കെ നമ്മൾ പോയിരുന്നു, അയ്യന്തോളിലൊക്കെ. അപ്പൊ അവരൊക്കെ വലിയ ആവേശമായിരുന്നു പറഞ്ഞിരുന്നത്. ആ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ തൃശൂർ നഗരവും ഉള്ളത്. ഇന്ന് തൃശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ആവേശത്തിന്റെ അലയൊലികളാണ് ഈ നഗരത്തിൽ എങ്ങും കാണാൻ കഴിയുന്നത്. അത് നമുക്കറിയാവുന്നതുപോലെ തൃശൂർ പൂരം, ആ പൂരത്തിനൊപ്പം തന്നെ പ്രാധാന്യത്തോടെ ആളുകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് തൃശൂർ പുലിക്കളി എന്നുള്ളത്. ഈ ഓണത്തിന്റെ സമാപനം കൂടിയാണ്, ഓണാഘോഷങ്ങളുടെ സമാപനമാണ്. ഈ പുലിക്കളിയോടുകൂടി തൃശൂരിലെ ഓണാഘോഷത്തിന് സമാപനം കുറിക്കുമെന്നുള്ളതാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ നഗരം പുലികൾ കീഴടക്കും. ശക്തന്റെ മണ്ണ് പുലികൾ കീഴടക്കും. ചടുലമായ ചുവടുകളുമായി പുലികൾ ഇങ്ങോട്ടേക്ക് വരും. ആ പുലികളെ കാത്തിരിക്കുകയാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും. ആയിരങ്ങൾ, പതിനായിരങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത് കേവലം തൃശൂരിൽ നിന്നുള്ളവർ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പുലിക്കളി കാണാനെത്തുന്ന ആസ്വാദകർ നിരവധിയാണ് ഇവിടെ. നമ്മൾ പലരും നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ മലപ്പുറം, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന്, കൊച്ചിയിൽ നിന്നടക്കമുള്ള ആളുകൾ ഇവിടേക്ക് പുലിക്കളി കാണാനായി, പുലികളെ കാണാനായി, ആസ്വദിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു ആവേശത്തിലാണ് തൃശൂർ നഗരമുള്ളത്. മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ, നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ ടെലിവിഷനിലൂടെയും ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൃശൂർ പൂരത്തിന്റെ ഒപ്പം നിൽക്കുന്ന തൃശൂരിന്റെ മറ്റൊരു സാംസ്കാരിക ഒന്നായി മാറിയിരിക്കുന്നു ഈ തൃശൂർ പുലിക്കളി എന്നുള്ളതാണ്. അപ്പൊ ഇനി ഏതെല്ലാം പുലികൾ, ഏതെല്ലാം വർണ്ണത്തിൽ, ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം ചടുല നൃത്തങ്ങളുമായി ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എല്ലാ ദേശങ്ങളിലെയും പുലികൾ എത്തും. ആ പുലികൾ എത്തുന്നതോടെ കാഴ്ചകൾ മാറും, വർണ്ണങ്ങൾ മാറും, പിന്നെ ആകെ പുലിമഴമായിരിക്കും. ശരി, ജംഷീറിലേക്ക് മടങ്ങിയെത്താം. ഏത് മൂട്? പുലികളി മൂട് എന്ന് തന്നെയാണ് തൃശ്ശൂരിലെ ഗഡികളൊക്കെ തന്നെ പറയുന്നത്. നേരത്തെ മന്ത്രി രാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവേ നമ്മൾ പുലികൾ എന്ന് പറയുമ്പോൾ പേടിയോടെ നോക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്നൊരു ദിവസമാണ് ഇത്ര ആകാംക്ഷയോടെ ഈ ഒരു സൗന്ദര്യത്തെ, പുലികളുടെ സൗന്ദര്യത്തെ നമ്മൾ ഇത്രയധികം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. സ്വരാജ് റൗണ്ടിൽ നിന്ന് നടരാജ് പരശുറാം കൂടി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, റൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയോ പുലികളെല്ലാം? സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ പ്രവേശിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പ് നമ്മുടെ മുന്നിലൂടെ ശങ്കരൻകുളങ്ങര ടീം കടന്നുപോയിട്ടുണ്ട്. വെളിയന്നൂർ ടീം മറ്റൊരു ഭാഗത്തൂടെ വരും. ഇപ്പോൾ MG റോഡ്, ഞാൻ നിൽക്കുന്ന MG റോഡിലേക്ക് ദൂരെ അയ്യന്തോൾ സംഘം വരുന്നുണ്ട്. അയ്യന്തോൾ സംഘം എത്തിക്കഴിഞ്ഞാൽ അവരും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കും. ഇത്തവണ നിരവധി സർപ്രൈസുകൾ അയ്യന്തോൾ ടീം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളവരെ കണ്ട് വിശദമായി സംസാരിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം അവർ ഇത്തവണ ഒരു പ്രത്യേക പുലിക്കുട ഇറക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, പുലികൾക്കൊക്കെ തന്നെ ഇത്തവണ ചായം പൂശുന്നതിലും വർണ്ണം ചാലിക്കുന്നതിലൊക്കെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണ അണിയറയിൽ ഒരുക്കിയിട്ടുള്ളതായി അയ്യന്തോൾ ടീം കഴിഞ്ഞ ദിവസം നമ്മളെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം സർപ്രൈസുകളാണ് അയ്യന്തോൾ ടീം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അല്പസമയത്തിനകം അയ്യന്തോൾ ടീമിന്റെ നിശ്ചല ദൃശ്യവും അയ്യന്തോൾ ടീമിന്റെ പുലികളും ഇവിടെ എത്തും. ദൂരെ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ പുലി താളത്തിൽ ചുവട് വെച്ചുകൊണ്ട് അയ്യന്തോൾ ടീം നടുവിലാൽ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാം. അതോടുകൂടി മെല്ലെ മെല്ലെ അയ്യന്തോൾ പുലിപ്പടയിലെ ഏതാണ്ട് 50-ലധികം പുലികൾ നടുവിലാലിലേക്ക് എത്തും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിനാണ് ഓരോ ടീമുകളും ഇത്തവണ തയ്യാറെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, പുലികളിയുടെ സംഘാടനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നിരവധി ചെലവുണ്ട്. 50-ലധികം പുലികൾ വ്രതമെടുത്ത്
ഇതിൽ പങ്കെടുക്കും. അവർ ഈ പെയിന്റ് അടിക്കുന്നത് തന്നെ ഇന്ന് രാവിലെ ഏതാണ്ട് 5 മണിക്ക് തുടങ്ങിയതാണ് ചായം ശരീരത്തിൽ പിടിപ്പിക്കാൻ. അതിനുശേഷം അവർ വൈകുന്നേരം വരെയും അലങ്കാരവും മറ്റും തുടരും. വൈകിട്ട് ഈ പൊരിവെയിലിൽ തങ്ങളുടെ താളത്തിനൊത്ത് മെല്ലെ മെല്ലെ അവർ സ്വരാജ് ഗ്രൗണ്ടിൽ ഇറങ്ങി. രാത്രി ഏതാണ്ട് 8:30-9 മണിയോടുകൂടിയാണ് പുലികളി പൂർണ്ണമാക്കി പുലികൾ മടയിലേക്ക് മടങ്ങുന്നത്. അതിനുശേഷം പതിയെ ഈ ചായമൊക്കെ തന്നെ മെല്ലെ കഴുകിക്കളഞ്ഞ് ഒരു പുലി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിന് ഒരുപാട് സമയമെടുക്കും. ഇത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത്തവണ 9 ടീമുകളാണ് പുലികളിയിൽ പങ്കെടുക്കുന്നത്. ഒരു ടീമിൽ ഏകദേശം 35 മുതൽ 50 വരെ അംഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള 9 ടീമുകളാണ് വിയ്യൂര്, ശങ്കരൻകുളങ്ങര, അതുപോലെ തന്നെ ചാക്കമുക്ക്, അയ്യന്തോൾ തുടങ്ങി 9 ടീമുകളുണ്ട്. ഇങ്ങനെ ഈ ടീമുകളൊക്കെ തന്നെ മത്സരിക്കുന്നത് ഈ ഓണാഘോഷം ഗംഭീരമാക്കാനാണ്. ഒടുവിൽ കോർപ്പറേഷൻ നൽകുന്ന ട്രോഫിയും ക്യാഷ് പ്രൈസും ഇവർ നേടും. അതുപോലെ തന്നെ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി നല്ല പുലി വരയ്ക്കും കോർപ്പറേഷൻ സമ്മാനം നൽകുന്നുണ്ട്. അത് ഏത് കലാകാരനാണ് ഇത്തവണ ലഭിക്കുക എന്നും അറിയേണ്ടതുണ്ട്. വിപുലമായ ക്രമീകരണം കോർപ്പറേഷൻ പുലികളിക്കായി നടത്തിയിട്ടുണ്ടെന്ന് പറയാം. സ്വരാജ് റൗണ്ട് പൂർണ്ണമായും ഇപ്പോൾ പുലികൾ കീഴടക്കുകയാണ്. ട്രാഫിക്കൊക്കെ തന്നെ മാറ്റിവെച്ച് കഴിഞ്ഞു. ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി കോർപ്പറേഷൻ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറയാം. വലിയ രീതിയിൽ ഒരു ജനക്കൂട്ടം ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഏറെ കാത്തിരുന്ന കുറേ പേർ മൊബൈലുകളിലും ക്യാമറകളിലും ഒക്കെ തന്നെ ഈ വർണ്ണങ്ങൾ പകർത്താൻ, ഈ ദൃശ്യങ്ങൾ പകർത്താനായി കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ്. നേരത്തെ സംസാരിച്ച് പലരും സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരുകാർക്ക് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ വലിയൊരു ആഘോഷമായി മാറുന്ന ഒന്നാണ് ഈ പുലികളി എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. പുലികളി ഇവർക്കൊരു അഭിമാന വിഷയമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുലികളി ഒരു മത്സരം എന്ന് വരുമ്പോൾ വലിയ ഒരു വീറും വാശിയുമുള്ള മത്സരമായി മാറുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ജനത്തിരക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പതിയെ വെയിൽ കുറഞ്ഞു വരികയാണ്. അല്പസമയത്തിനകം മെല്ലെ സന്ധ്യാസമയത്തിലേക്ക് കടക്കും. ഈ ചരിത്രമുറങ്ങുന്ന തൃശ്ശൂരിൽ വടക്കുംനാഥൻ്റെ മണ്ണിൽ വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്വരാജ് റൗണ്ടിൽ ഇത്തരത്തിൽ വർണ്ണമുകൾ പൂശിയ പുലികൾ ഇറങ്ങുമ്പോൾ ആ കാഴ്ച വളരെ 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 നയനമനോഹരമായിരിക്കും. നമ്മോടൊപ്പം നടനും അദ്ദേഹം മറ്റൊരു മാധ്യമത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ക്രമീകരണം നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ദൃശ്യത്തിൻ്റെ ഭംഗിയാണ്. അതായത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ വടക്കുംനാഥന് ചുറ്റുമുള്ള ഈ സ്വരാജ് റൗണ്ടിൽ പുലികൾ അവരുടെ താളത്തിൽ മേളത്തിൽ മെല്ലെ മെല്ലെ നടന്നു നീങ്ങുമ്പോൾ ആ കാഴ്ച നയന മനോഹരമാണ്, വളരെ സുന്ദരമാണ്. കേരളത്തിൻ്റെ പേര് അന്താരാഷ്ട്ര തലത്തിൽ എത്തിച്ച വളരെ കലാപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും ഏറെ പ്രാധാന്യമുള്ള പുലികളി അത് ഇവിടെ നടക്കുകയാണ്. ഏറെ വിദേശികൾ ഇത് കാണാനായി എത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അതിഥികളായി നിരവധി പേർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി ആളുകളും ഈ പുലികളി കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു പുരുഷാരം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. ഇത്തിരി വെയിൽ താഴുന്നതോടുകൂടി പുലികളി അതിൻ്റെ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് എത്തുമെന്ന് പറയാം. കാരണം കൂടുതൽ ടീമുകൾ വരേണ്ടതുണ്ട്. പെൺപുലികളുണ്ട്, LED പുലികൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇത്തവണ പുലികളി സംഘം